പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലിനിടെ കൂട്ടുകാരന്റെ വിവാഹം പുനരാവിഷ്കരിച്ച സഹപാഠികൾ. ആലപ്പുഴ താമരക്കുളം VVHSSലെ 1986 SSLC ബാച്ചിന്റെ റീയൂണിയനിടെയായിരുന്നു ഈ കൗതുക കാഴ്ച. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി കൂട്ടായ്മയുടെ സംഭാവനയായ 1 ലക്ഷം രൂപ MS അരുൺകുമാർ MLAയ്ക്ക് കൈമാറി. 38 വർഷം മുമ്പ് താമരക്കുളം VVHSSൽ നിന്നും പടിയിറങ്ങിയ SSLC 1986 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നത്. ഒത്തുചേരലിനെത്തുന്ന സൈനികനായ ചാരമ്മൂട് സ്വദേശി ജേക്കബിന്റെയും ഭാര്യ സുമയുടെയും വിവാഹ വാർഷികം ആഘോഷമാക്കുവാനും കൂട്ടുകാർ ഒരുങ്ങിയിരുന്നു. എന്നാൽ വിവാഹ വാർഷികം കെങ്കേമമായതോടെ കാര്യങ്ങൾ വിവാഹത്തിന്റെ പുനരാവിഷ്കാരത്തിലേക്ക് വഴിമാറുകയായിരുന്നു. കൂട്ടുകാർ തന്നെ ചടങ്ങുകളുടെ നിയന്ത്രണവും ഏറ്റെടുത്തു. മനസ്സമ്മതം ചോദിച്ചും മാലയിട്ടും ചടങ്ങ് പൂർത്തിയാക്കി. പിന്നീട് ആശംസകളും ഒപ്പനപ്പാട്ടുമൊക്കെയായി കൂട്ടുകാരും എത്തിച്ചേർന്നു. തുടർന്ന് സഹപാഠികൾ ഓരോരുത്തരായി ചിരിപ്പിച്ചും സങ്കടപ്പെടുത്തിയുമൊക്കെ സ്കൂൾ കാല ഓർമ്മകൾ പങ്കുവച്ചു. തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും പ്രതിഭകൾക്കും അനുമോദനം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു ഇവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. വയനാടിനുള്ള സഹപാഠികളുടെ സംഭാവന തുകയായ 1 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് MS അരുൺകുമാർ MLAയ്ക്ക് കൈമാറി. 1200 കോടി രൂപയിലധികം നഷ്ടമാണ് വയനാട് ചൂരൽമലയിലും നേപ്പാളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പലപ്പോഴും അനുഭവിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വീടിൻ്റെ അതിർത്തിയിൽ ഒരു മരം ഉണ്ടാവും. ആ മരത്തിൻ്റെ ചിലപ്പോൾ പൊടിയായിരിക്കും. പൊടിയുള്ള ചില്ല അപ്പുറത്തെ കിണറ്റിലേക്ക് ചാഞ്ഞ് നിൽക്കുക. ചാഞ്ഞ് നിൽക്കുമ്പോൾ ആ പൊടിയിൽ 2-3 മണി കിണറ്റിൽ വീഴും. പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഈ വയനാട് നേരിട്ട് പോയ വ്യക്തിയാണ്. അത് 8 കിലോമീറ്റർ നേരത്തെ ഇതുപോലെ അതിൽ പിടിച്ചതും അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഒരുപാട് താഴ്ത്തി വെച്ചതുമായ ഒരുപാട് വീടുകൾ. ഷാജഹാൻ കെൻസ, അഡ്വക്കേറ്റ് MS സലാമത്ത്, ഷാരി, ജേക്കബ്, സമദ്, അനിയൻ കുഞ്ഞ്, അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.